ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പൊതുവായിട്ടുണ്ടാവുന്ന ഒരു സംശയമാണ് എപ്പോഴാണ് ടു പ്ലസ് വേർബ് അതുപോലെ വേർബ് പ്ലസ് ING യൂസ് ചെയ്യേണ്ടതെന്ന്. ഈ രണ്ട് ഫോംസും നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യം വരുന്നതല്ലേ, പ്രത്യേകിച്ച് സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ രണ്ട് ഫോംസും വരുന്ന ഒരുപാട് സെന്റൻസ് പാറ്റേൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക്, ഈ 4 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ മിക്കവാറും പേരും 4 ശരിയാക്കി. പക്ഷെ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനെ പറ്റിയിട്ട് എനിക്കൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ചോദ്യം ഇതല്ലേ, അയാൾ സത്യമാണ് പറയുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അവിടെ പലരും എഴുതിയത് ഐ എം ഷുവർ ഹി ടെൽസ് ദ ട്രൂത്ത് എന്നാണ്. അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അയാൾ സത്യം പറയാറുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഐ എം ഷുവർ ഹി ടെൽസ് ദ ട്രൂത്ത്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഐ എം ഷുവർ ഹി ഈസ് ടെല്ലിംഗ് ദ ട്രൂത്ത് എന്നാണ്. കാരണം ഞാൻ പറഞ്ഞത് അയാൾ സത്യമാണ് പറയുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്, അല്ലെ? അവിടെ നമ്മൾ ആ കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2-3 സെന്റൻസസ് കാണിക്കാം. ഇപ്പൊ മലയാളത്തിൽ ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ എല്ലാവരും ശരിയാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ പറയാ? ഐ വെന്റ് ഷോപ്പിംഗ് യെസ്റ്റർഡേ എന്ന് പറയും, അല്ലെ? അല്ലാതെ നമ്മൾ അവിടെ ഐ വെന്റ് ടു ഷോപ്പ് എന്ന് പറയില്ലല്ലോ. അതായത് കടയിലേക്ക് പോയി എന്നുള്ള അർത്ഥത്തിലല്ല, ഷോപ്പ് ചെയ്യാൻ പോയി എന്ന് പറയാൻ ഐ വെന്റ് ടു ഷോപ്പ് എന്ന് നമ്മൾ ആരും പറയില്ല. അപ്പൊ അവിടെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ രീതിയാണ്, ഐ വെന്റ് ഷോപ്പിംഗ്. ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്, അല്ലെ? ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാൻ അവിടെ നമ്മൾ ING ഫോം ചേർത്താണ് അവിടെ യൂസ് ചെയ്തത്, ഐ വെന്റ് ഷോപ്പിംഗ്. അപ്പൊ അത് ആ ഒരു ഫ്രേസ് അങ്ങനെ തന്നെ വരും, ടു ഗോ ഷോപ്പിംഗ്, ഐ എം ഗോയിങ് ഷോപ്പിംഗ്. അല്ലാതെ ഐ എം ഗോയിങ് ടു ഷോപ്പ് എന്ന് പറയില്ല, ഐ എം ഗോയിങ് ഷോപ്പിംഗ് എന്ന് പറയും. അതുപോലെ അയാൾ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. അവിടെയോ ഹി ഗോസ് വാക്കിംഗ് എവ്രി ഡേ, ഹി ഗോസ് വാക്കിംഗ് എവ്രി ഡേ. അല്ലാതെ അവിടെ ഹി ഗോസ് ടു വാക്ക് എന്ന് പറയില്ല. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഹി ഗോസ് ഫോർ എ വാക്ക്, അതായത് നടത്തത്തിന് പോകാറുണ്ടെന്ന്, വാക്കിന് പോകാറുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഹി ഗോസ് ഫോർ എ വാക്ക് എന്ന് പറയാം. അല്ലാതെ ഹി ഗോസ് ടു വാക്ക് എന്ന് പറയില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ING ഫോം ചേർത്താണ് അവിടെ നമ്മൾ പറഞ്ഞത്, ഹി ഗോസ് വാക്കിംഗ് എവ്രി ഡേ. പിന്നെ ഒരു കാര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്, എല്ലാ ദിവസവും, ഡെയിലി എന്ന അർത്ഥത്തില് നമ്മൾ എവ്രി ഡേ എഴുതിയത് എങ്ങനെയാന്ന് കണ്ടല്ലോ, തെറ്റിക്കരുത് കേട്ടോ. എവ്രി ഡേ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം മാറി. നമ്മൾ എവ്രി ഡേ ക്ലോത്ത്സ് എന്നൊക്കെ പറയില്ലേ, അതായത് സാധാരണ ഇടുന്ന ക്ലോത്ത്സ്, എവ്രി ഡേ ക്ലോത്ത്സ്, എവ്രി ഡേ ഷൂസ്, പ്രത്യേകത ഒന്നും ഇല്ലാത്ത സാധാരണ ഇടുന്ന ഓർഡിനറി ആയിട്ടുള്ള ഷൂസ് എന്നുള്ള അർത്ഥത്തിൽ എവ്രി ഡേ ഷൂസ് എന്ന് പറയും. അവിടെ എവ്രി ഡേ ഒരുമിച്ച് എഴുതും. പക്ഷെ ഇതുപോലെ എന്നും, എവ്രി ഡേ, ഡെയിലി എന്ന അർത്ഥത്തില് 2 വാക്കുകളായിട്ട് എഴുതണം. എന്റെ കുട്ടികൾ എല്ലാ ഞായറാഴ്ചയും നീന്താൻ പോകാറുണ്ട്. എന്റെ കുട്ടികളാണേ. അപ്പൊ എന്ത് പറയും? മൈ ചിൽഡ്രൻ ഗോ സ്വിമ്മിങ് എവ്രി സൺഡേ. എല്ലാ ഞായറാഴ്ചയും, എവ്രി സൺഡേ. അവിടെ എന്താ പറഞ്ഞത് നോക്കിയേ? മൈ ചിൽഡ്രൻ അല്ലെങ്കിൽ മൈ കിഡ്സ് ഗോ സ്വിമ്മിങ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം കുട്ടികളുണ്ട്, അല്ലെ? പ്ലൂറൽ ആണ്. അതുകൊണ്ട് മൈ ചിൽഡ്രൻ ഗോ സ്വിമ്മിങ് എന്ന് പറഞ്ഞു. അവിടെയും മൈ ചിൽഡ്രൻ ഗോ ടു സ്വിം എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ലിഷറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ നമ്മൾ വേർബിന്റെ കൂടെ ING ഫോം ചേർത്താണ് യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ പറയാറില്ലേ, അവിടെ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ എൻജോയ്, ഹേറ്റ് എന്നൊക്കെയുള്ള വേർബ്സ് യൂസ് ചെയ്യില്ലേ, അവിടെ ഇത് തന്നെ ചെയ്യാറുള്ളത്. എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്, ഐ ലൈക്ക് റീഡിങ്. ഐ ലൈക്ക് ടു റീഡിനേക്കാൾ അവിടെ നമ്മൾ മിക്കവാറും പറയാ ആ ഒരു ഹോബിയെ കുറിച്ച്, ആ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഐ ലൈക്ക് റീഡിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ലവ് റീഡിങ്, ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഐ ലവ് റീഡിംഗ് എന്ന് പറയും. ഐ എൻജോയ് റീഡിംഗ് എന്ന് പറയും. എനിക്ക് വായന ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഐ ഹേറ്റ് റീഡിംഗ് എന്നും പറയാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ, അങ്ങനെ പറയണ്ട വായന ഇഷ്ടമല്ല എന്ന്. അപ്പൊ ലവ്, ലൈക്ക്, എൻജോയ്, ഹേറ്റ്, അവിടെ എല്ലാം നമ്മളിങ്ങനെ ING ഫോം ചേർത്ത് യൂസ് ചെയ്യും. അപ്പൊ വേർബിന്റെ കൂടെ ING ഫോം വരുന്ന ബേസിക് ആയിട്ടുള്ള അതിന്റെ ആ ഒരു ആവശ്യം എന്താന്ന് മനസ്സിലായല്ലോ, എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഞാൻ പറയാം. ഞാൻ പറയുന്നത് അവൻ ഓടി വന്നു എന്നാണ്. അതായത് അവൻ ഓടിക്കൊണ്ട് വന്നു എന്ന്. അവൻ വന്നു, എങ്ങനെയാ വന്നേ? ഓടി വന്നു. അത് ഞാൻ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയാമോ? ഹി കെയിം റണ്ണിങ്. അവൻ വന്നു, അതാണ് ഹി കെയിം ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെയാ വന്നേ?
ഓടിക്കൊണ്ട്. അത് പറയാൻ ഞാൻ ആ റൺ എന്ന വേർബിന്റെ കൂടെ ing ഫോം ചേർത്ത് അവസാനം പറഞ്ഞു. ഹി കെയിം റണ്ണിങ്. നോക്കൂ, അവൾ വായിച്ചുകൊണ്ട് ഇരുന്നു. അപ്പൊ ഇവിടെ അവൾ ഇരുന്നു എന്നുള്ളതാണ് കാര്യം. എങ്ങനെയാണ് അവൾ ഇരുന്നത്? വായിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്താ പറയാ? ഷി സാറ്റ്. എങ്ങനെ? വായിച്ചുകൊണ്ട്, റീഡിങ്. ഷി സാറ്റ് റീഡിങ്. അപ്പൊ മനസ്സിലായോ? ആ വായിച്ചു കൊണ്ടാണല്ലോ ഇരുന്നത്. ദ മാനർ ഇൻ വിച്ച് ഷി സാറ്റ്, ഇരുന്ന രീതി, അതാണ് നമ്മൾ അവസാനം ആ ing ഫോം ചേർത്ത് പറഞ്ഞത്. ഷി സാറ്റ് റീഡിങ്. അവള് രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ട് കിടന്നു. അപ്പോ അവള് കിടന്നു എങ്ങനെ? കരഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതും പറയണം, രാത്രി മുഴുവൻ എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ പറയാ ഷി ലേ ക്രൈയിങ് ഓൾ നൈറ്റ്. സംശയം തോന്നുന്നുണ്ടോ? ഞാനിവിടെ പറഞ്ഞത് അവള് കിടന്നു എന്നല്ലേ. ആ കിടക്കുക എന്നുള്ളതിന് നമ്മൾ ലൈ എന്നാണ് പറയുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ട ലേ. അപ്പൊ ലൈ, ലേ, ലെയിൻ, ഇതാണ് അതിന്റെ V2 V3 ഫോംസ്. ലേ, ലെയിൻ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഷി ലേ, എങ്ങനെയാ കിടന്നേ? അവള് കരഞ്ഞുകൊണ്ട്. ഷി ലേ ക്രൈയിങ്, രാത്രി മുഴുവൻ, ഓൾ നൈറ്റ്. അവിടെ ദ ഹോൾ നൈറ്റ് എന്ന് പറയണ്ട കേട്ടോ, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയല്ല അങ്ങനെ പറയുന്നേ. ഓൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഷി ലേ ക്രൈയിങ് ഓൾ നൈറ്റ്. അവര് തിരകളെ നോക്കിക്കൊണ്ട് നിന്നു. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യില്ലേ? കടൽ തീരത്ത് പോയിട്ട്, ബീച്ചിൽ പോയിട്ട് വെറുതെ വേവ്സ് നോക്കിക്കൊണ്ട് നിൽക്കില്ലേ? അതാണ് ഈ പറയുന്നത്. അപ്പൊ എന്ത് പറയും? അവര് നിന്നു. ദേ സ്റ്റുഡ്. സ്റ്റാൻഡ് അല്ലേ നിൽക്കുക, അതിന്റെ പാസ്റ്റ് ടെൻസ്. ദേ സ്റ്റുഡ്. എങ്ങനെയാ നിന്നെ? തിരകളെ നോക്കിക്കൊണ്ട്. ദേ സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് ദ വേവ്സ്. എന്തെങ്കിലും ഒരു വസ്തുവിനെ നോക്കുക, അതിനെ നോക്കുക, അതിനാണ് ലുക്ക് എറ്റ് എന്ന് പറയുന്നത്. ദേ സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് ദ വേവ്സ്. ഇനി ഈ തിരകളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെ ലുക്ക് അറ്റ് വേണ്ട, വാച്ച് എന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം നമ്മൾ വളരെ കൗതുകത്തോടെ, ശ്രദ്ധയോടെ നോക്കി കാണുകയാണ്, വീക്ഷിക്കുകയാണ്. അവിടെ നമ്മൾ വാച്ച് എന്നാ പറയാ. അപ്പൊ അവിടെ നമ്മൾ പറയും they stood watching the waves. അപ്പൊ എന്താണ് നമുക്ക് ആവശ്യം, അതിനനുസരിച്ച് ആ വേർബ് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ വെറുതെ നോക്കുക എന്നുള്ളതാണെങ്കിൽ ലുക്ക് എറ്റ് എന്ന് പറയാം. ശ്രദ്ധയോടെ നോക്കുക എന്നുള്ള അർത്ഥത്തിൽ വാച്ച് എന്ന് പറയാം. പക്ഷെ കോമൺ ആയിട്ടുള്ള രീതിയാണ് അവിടെ വന്നത്. they stood looking at, they stood watching. ഞങ്ങൾ പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നു. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്? ഞങ്ങൾ നടന്നു. എങ്ങനെയാ നടന്നേ? സംസാരിച്ചുകൊണ്ട്. എന്തിനെ കുറിച്ച്? പല കാര്യങ്ങളെയും കുറിച്ച്. സെന്റൻസ് എങ്ങനെയാ നമ്മൾ പറയാ? We walked talking about many things. അപ്പോ we walked talking about many things. നടന്നു എങ്ങനെ? സംസാരിച്ചുകൊണ്ട്. We walked talking about many things. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് നടന്നു, ഇരുന്നു, വന്നു, പോയി എന്നൊക്കെ പറയുമ്പോഴാണ് ഇപ്പൊ കണ്ട പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇനി കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. ഞങ്ങള് ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്തി. ഞങ്ങള് ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്തി. അപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ സംഭവം എന്താണ്? ഞങ്ങള് നിർത്തി. എന്ത് നിർത്തി? കഴിക്കുന്നത്. എന്ത് കഴിക്കുന്നതാ? ജങ്ക് ഫുഡ്. മനസ്സിലായോ? അതെങ്ങനെയാണ് വരേണ്ടതെന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? വി സ്റ്റോപ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്. അപ്പൊ എന്താ പറഞ്ഞേ? വി സ്റ്റോപ്ഡ് ഈറ്റിംഗ്, കഴിക്കുന്നത് നിർത്തി. അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷില് വി ഈറ്റിംഗ് സ്റ്റോപ്ഡ് എന്നല്ല, വി സ്റ്റോപ്ഡ് ഈറ്റിംഗ് എന്ത്? ജങ്ക് ഫുഡ്. വി സ്റ്റോപ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്. മനസ്സിലായോ അതെങ്ങനെ വന്നു എന്ന സെന്റൻസ്? നമുക്ക് ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് കാണാം. ടീച്ചർ വന്നപ്പോ അവര് സംസാരിക്കുന്നത് നിർത്തി. അവര് നിർത്തി. എന്താ നിർത്തിയേ? സംസാരിക്കുന്നത്. എങ്ങനെ പറയും? They stopped talking. They stopped talking. അപ്പൊ അവിടെ വന്നത് they കഴിഞ്ഞിട്ട് ആ stopped എന്നുള്ള വേർബ് വന്നു. അത് V2 ഫോം ആണല്ലോ. stopped, നിർത്തി. അത് കഴിഞ്ഞ് എന്താ നിർത്തിയേ? സംസാരിക്കുന്നത്. അവിടെ നമ്മൾ ആ വേർബിന്റെ കൂടെ ing ഫോം യൂസ് ചെയ്ത് പറയണം. They stopped talking. എപ്പോഴാണ് അവരെ നിർത്തിയത്? ടീച്ചർ വന്നപ്പോ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ? ടീച്ചർ കെയിം എന്ന് പറയണ്ട. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോ എന്നായിരിക്കാം, അല്ലെ? അപ്പോ ആ ഒരു അർത്ഥം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. വേണമെങ്കിൽ എനിക്ക് ഇവിടെ പറയേണ്ട ആ ഇംഗ്ലീഷ് സെന്റൻസിന്റെ അതേപടി മലയാളത്തിൽ എനിക്ക് എഴുതി കാണിക്കാമായിരുന്നു. ഞാൻ അങ്ങനെ കാണിക്കാഞ്ഞിട്ടാണ്. കാരണം ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതല്ലേ? ടീച്ചർ ക്ലാസ്സിനകത്തേക്ക് കയറിയപ്പോൾ ഉള്ളതാണ് നമ്മൾ മീൻ ചെയ്തതെങ്കിൽ നമുക്ക് പറയാം when the teacher walked in.
ടു വാക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് ഒരു റൂമിലേക്കോ എങ്ങോട്ടെങ്കിലും നടന്ന് കയറി വരിക അല്ലെ? അവിടെ വെൻ ദ ടീച്ചർ വാക്ക്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ സെന്റൻസ് വന്നത് അങ്ങനെയാണ്. ദേ സ്റ്റോപ്ഡ് ടോക്കിംഗ് വെൻ ദ ടീച്ചർ വാക്ക്ഡ് ഇൻ. അതേപോലെ വേറൊരു സെന്റൻസ്, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ബെല്ലടിച്ചപ്പോൾ ഞാൻ എഴുതുന്നത് നിർത്തി. അതായത് ഞാൻ എഴുതുന്നത് നിർത്തി. എപ്പോഴാണ് നിർത്തിയേ? ബെല്ലടിച്ചപ്പോ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം നമ്മൾ അത് ഇംഗ്ലീഷിൽ ഒന്ന് ഫോം ചെയ്യാൻ കേട്ടോ. എന്താ പറയണ്ടേ? ഞാൻ എഴുതുന്നത് നിർത്തി. ഐ സ്റ്റോപ്ഡ് റൈറ്റിംഗ് വെൻ ദ ബെൽ റാങ്. മനസ്സിലായോ? ഐ സ്റ്റോപ്ഡ് എന്താ നിർത്തിയേ? റൈറ്റിംഗ്, എഴുതുന്നത്. ആ എഴുതൽ, എഴുത്ത്, അതിനാണ് നമ്മൾ റൈറ്റിംഗ് എന്ന ING ഫോം യൂസ് ചെയ്ത് പറഞ്ഞത്. ഐ സ്റ്റോപ്ഡ് റൈറ്റിംഗ് വെൻ ദ ബെൽ റാങ്. എങ്ങനെയാണ് അവിടെ റാങ് വന്നതെന്ന് മനസ്സിലായല്ലോ? ബെല്ലടിച്ചു, അപ്പോൾ ആണ് ഞാൻ ഇത് നിർത്തിയത്. അപ്പൊ ബെല്ലടിച്ചു, അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് റിങ്ങിന്റെ പാസ്റ്റ് ടെൻസ് റാങ് യൂസ് ചെയ്തത്. ഐ സ്റ്റോപ്ഡ് റൈറ്റിംഗ് വെൻ ദ ബെൽ റാങ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഒരു കാര്യം ചെയ്യുന്നത് നിർത്തി എന്ന് പറയേണ്ടി വരുമ്പോ നമ്മൾ ഈ ING ഫോം യൂസ് ചെയ്യേണ്ടി വന്നു അല്ലെ? അപ്പൊ ഞാൻ വായിക്കുന്നത് നിർത്തി എന്ന് എങ്ങനെ പറയാ? ഐ സ്റ്റോപ്ഡ് റീഡിങ്. ഐ സ്റ്റോപ്ഡ് റീഡിങ് എന്ന് പറഞ്ഞു അല്ലെ? സ്റ്റോപ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്, വെർബ് ടു ആണ്. അതിന്റെ കൂടെ വായിക്കുന്നതാണ് നിർത്തിയത്. അവിടെ നമ്മൾ ING ഫോം യൂസ് ചെയ്തു, റീഡിങ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ കാണിക്കാം 3 സെന്റൻസ് നോക്കൂ. ഞാൻ വായിക്കാൻ വേണ്ടി നിർത്തി. അതായത് ഞാൻ വേറെ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ നിർത്തി. എന്തിനു വേണ്ടി? വായിക്കാൻ വേണ്ടി. അവിടെ ഞാൻ പറയാ ഐ സ്റ്റോപ്ഡ് ടു റീഡ്. അപ്പൊ എന്താ നിർത്തിയേ? വായിക്കുന്നതല്ല, എന്തോ വേറൊരു ആക്ഷൻ, എന്തോ ഒരു കാര്യം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വേറെ എന്തൊരു വേർബ് ഉണ്ട്. ഐ സ്റ്റോപ്ഡ് ഇന്നത് എന്തിന്? വായിക്കാൻ വേണ്ടി. ഐ സ്റ്റോപ്ഡ് ടു റീഡ്. അപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് സെന്റൻസ് കാണിച്ചത്. ഇനി നമുക്ക് പല സിറ്റുവേഷൻസിൽ, പല കോണ്ടെക്സ്റ്റിൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഈ വ്യത്യാസം കണ്ടല്ലോ? ആദ്യത്തേതില് ഐ സ്റ്റോപ്ഡ് റീഡിങ്, ഞാൻ വായിക്കുന്നത് നിർത്തി. രണ്ടാമത്തേല് ഞാൻ വായിക്കാൻ വേണ്ടി, വായിക്കാനായി നിർത്തി എന്ന് പറയാൻ ഐ സ്റ്റോപ്ഡ് ടു റീഡ്. ഞാനൊരു പുസ്തകം വായിക്കാനായി TV കാണുന്നത് നിർത്തി. അപ്പൊ ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്താ? TV കാണലായിരുന്നു. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിർത്തി. എന്തിനു വേണ്ടി? ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി, പുസ്തകം വായിക്കാനായിട്ട് അല്ലെ? അപ്പൊ അവിടെ എന്ത് പറയും? ഐ സ്റ്റോപ്ഡ് വാച്ചിങ് TV. എന്തിനാ? ടു റീഡ് എ ബുക്ക്. ഐ സ്റ്റോപ്ഡ് വാച്ചിങ് TV ടു റീഡ് എ ബുക്ക്. അപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഐ സ്റ്റോപ്ഡ് ടു റീഡ് എന്ന് പറഞ്ഞില്ലേ? ഇതായിരുന്നു അതിന്റെ ഫുൾ കാര്യം. ഐ സ്റ്റോപ്ഡ് വാച്ചിങ് TV ടു റീഡ് എ ബുക്ക്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ പുറത്ത് ജോഗ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഈ ജോഗിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? നമ്മൾ ആ ജോഗിങ് ഒന്ന് നിർത്തും. എന്നിട്ട് നമ്മൾ ഫോൺ ചെക്ക് ചെയ്യും അല്ലേ? അപ്പൊ അതാണ് നമുക്ക് പറയേണ്ടത്. അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ സ്റ്റോപ്പ് ജോഗിങ് ടു ചെക്ക് മൈ ഫോൺ. ഫോൺ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജോഗിങ് നിർത്തി അല്ലേ? അതാണ് കാര്യം. ഐ സ്റ്റോപ്പ് ജോഗിങ് ടു ചെക്ക് മൈ ഫോൺ. ഐ സ്റ്റോപ്ഡ് ടു ചെക്ക് മൈ ഫോൺ. ഇനി ഇത് കുറച്ച് വെള്ളം കുടിക്കുന്നതിനായി അയാൾ സംസാരിക്കുന്നത് നിർത്തി. അയാൾ കുറച്ച് നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് വെള്ളം കുടിക്കണം തോന്നി. അയാൾ സംസാരം നിർത്തി. എന്തിനാണ്? കുറച്ച് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി, വെള്ളം കുടിക്കുന്നതിനായി. ഇതെന്ത് പറയും? ഹി സ്റ്റോപ്പ് ടോക്കിംഗ്. എന്തിനാ? ടു ഡ്രിങ്ക് സം വാട്ടർ. ടു ഡ്രിങ്ക് സം വാട്ടർ. അവിടെ നമ്മൾ ടു ഡ്രിങ്ക് ആണ് യൂസ് ചെയ്തത്. കുടിക്കാൻ, കുടിക്കുന്നതിന് വേണ്ടി, കുടിക്കാനായി. അവിടെ നമ്മൾ ഈ 2+ വേർബ് ആ ഫോം ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഈ കണ്ട പാറ്റേണിൽ നമ്മൾ വേർബിന്റെ കൂടെ ടു യൂസ് ചെയ്തു. അതേസമയം ആ സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കൂ. അവിടെ നമ്മൾ പറഞ്ഞത് ഹി സ്റ്റോപ്ഡ് ടോക്കിംഗ്, സംസാരിക്കുന്നത് നിർത്തി. എന്തിന്? വെള്ളം കുടിക്കാൻ, വെള്ളം കുടിക്കുന്നതിന് വേണ്ടി. അവിടെ നമ്മൾ ടു ഡ്രിങ്കും യൂസ് ചെയ്തു. അപ്പൊ കണ്ടോ, ഒരേ സെന്റൻസിൽ നമ്മൾ ഒരു വേർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്തു, വേറൊരു വേർബിന്റെ കൂടെ ടു യൂസ് ചെയ്തു. അല്പനേരം വിശ്രമിക്കുന്നതിനായി ഞങ്ങൾ ജോലി ചെയ്യുന്നത് നിർത്തി. അപ്പൊ ഞങ്ങൾ ജോലി ചെയ്യുന്നത് നിർത്തി. എന്തിനാ? അല്പസമയം വിശ്രമിക്കാൻ. എങ്ങനെ പറയും? വി സ്റ്റോപ്ഡ് വർക്കിംഗ് ടു റെസ്റ്റ് ഫോർ എ വൈൽ. വിശ്രമിക്കാൻ, അതിനാണ് നമ്മൾ ടു റെസ്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ അല്പനേരം എന്ന് പറഞ്ഞില്ലേ? അല്പനേരത്തേക്ക്, ആ അർത്ഥത്തിലാണ് കേട്ടോ നമ്മളിവിടെ ഫോർ എ വൈൽ എന്ന് പറയുന്നത്. അതായത് കുറച്ച് നേരത്തേക്ക്, ഫോർ എ വൈൽ.
അപ്പൊ സെന്റൻസ് കണ്ടല്ലോ, വി സ്റ്റോപ്ഡ് വർക്കിംഗ് ടു റെസ്റ്റ് ഫോർ എ വൈൽ. ടു റെസ്റ്റ്, വിശ്രമിക്കാൻ, അവിടെ നമ്മൾ ടു ചേർത്തു. പക്ഷെ പലപ്പോഴും സാധാരണ കോൺവെർസേഷൻസിൽ നമ്മൾ ഇതിങ്ങനെ നീട്ടി പറയാറില്ല. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയിരിക്കാന്നിരിക്കട്ടെ, അപ്പൊ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് നിർത്തി കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതിനായിട്ട്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പറയും? വി സ്റ്റോപ്ഡ് ടു ടേക്ക് സം ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ മതി. വി സ്റ്റോപ്ഡ് ടു ടേക്ക് സം ഫോട്ടോസ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഡ്രൈവിംഗ് നിർത്തിയെന്നാവാം, അല്ലെങ്കിൽ കാറ് നിർത്തിയെന്നാവാം, അതെന്തും ആയിക്കോട്ടെ. വി സ്റ്റോപ്ഡ് ടു ടേക്ക് സം ഫോട്ടോസ്. ആ ഒരു പാറ്റേൺ മനസ്സിലായോ? അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങുന്നതിനായിട്ട് വണ്ടി നിർത്തി, അല്ലെങ്കിൽ ഓടിക്കുന്നത് നിർത്തി, ഡ്രൈവ് ചെയ്യുന്നത് നിർത്തി, എന്ത് പറയും? വി സ്റ്റോപ്ഡ് ടു ബൈ സം ഫ്ലവേഴ്സ്. അപ്പൊ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. വി സ്റ്റോപ്ഡ് ടു ഡു സംതിങ്. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം നിർത്തി വേറൊരു കാര്യം ചെയ്യാനായിട്ട്. അവിടെയാണ് ആ ചെയ്യാൻ വേണ്ടി പോയ കാര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ ടു പ്ലസ് വേർബ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഐ സ്റ്റോപ്ഡ് റീഡിങ് എന്നും ഐ സ്റ്റോപ്ഡ് ടു റീഡ് എന്നും പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ക്ലിയർ അല്ലേ? ഇവിടെ ഈ ഒരു രീതിയിൽ പറയാവുന്നത് ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ മാത്രമല്ല, പല വേർബ്സും നമ്മൾ ഇതുപോലെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഒരെണ്ണം കൂടെ ഞാനിവിടെ കാണിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ പറയാണ്, ഞാൻ വാതിൽ അടച്ചത് മറന്നു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വാതിൽ അടച്ച കാര്യം മറന്നു എന്ന്. അതായത് വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു, അത് അടച്ചു കഴിഞ്ഞു, പക്ഷെ അടച്ചു എന്നുള്ള കാര്യം ഞാൻ മറന്നു എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? ഇതാ ഇങ്ങനെയാ പറയാ, ഐ ഫൊർഗോട്ട് ക്ലോസിംഗ് ദ ഡോർ. അതായത് ഞാൻ മറന്നു എന്നുള്ളത് ആദ്യം പറയണം. ഐ ഫൊർഗോട്ട്. മറക്കുക എന്നുള്ളതിന് ഫൊഗെറ്റ് എന്നല്ലേ പറയാ, അതിന് പാസ്റ്റ് ടെൻസ് ആണ് ഫൊർഗോട്ട്. ഐ ഫൊർഗോട്ട് എന്ത്? വാതിൽ അടച്ച കാര്യം, ക്ലോസിംഗ് ദ ഡോർ. അപ്പൊ ഈ ക്ലോസിംഗ് ദ ഡോർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞു, ആ ചെയ്തു എന്നുള്ളത് ഞാൻ മറന്നു എന്ന്. അവിടെ നമ്മൾ ING യൂസ് ചെയ്തത്. ഐ ഫൊർഗോട്ട് ക്ലോസിംഗ് ദ ഡോർ. പക്ഷേ അടുത്ത സെന്റൻസ് നോക്കി, ഞാൻ വാതിൽ അടയ്ക്കാൻ മറന്നു. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മറന്നു എന്ത്? വാതിൽ അടയ്ക്കാൻ. അവിടെ അടച്ചു എന്നാണോ പറഞ്ഞത്? ഇല്ല, അടച്ചില്ല, അടയ്ക്കുന്ന കാര്യം, അടയ്ക്കാൻ മറന്നു എന്ന്. അവിടെ പറയാ ഐ ഫൊർഗോട്ട് ടു ക്ലോസ് ദ ഡോർ. മനസ്സിലായോ? അവിടെ ഐ ഫൊർഗോട്ട് ടു ക്ലോസ് എന്ന് പറയും. അപ്പൊ ഒരേ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരേ വേർബാണ് യൂസ് ചെയ്തത്. ആദ്യത്തതിൽ നമ്മൾ ING യൂസ് ചെയ്തു, ഐ ഫൊർഗോട്ട് ക്ലോസിംഗ് ദ ഡോർ, അടച്ച കഴിഞ്ഞ കാര്യം മറന്നുപോയി. അടുത്തതില് അടയ്ക്കാൻ മറന്നുപോയി എന്ന് പറയാൻ ടു ക്ലോസ് എന്നും പറഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാം. നോക്കൂ, ഞാൻ അയാളെ മുൻപ് കണ്ടത് മറന്നുപോയി. അതായത് ഞാൻ അയാളെ മുൻപ് കണ്ട കാര്യം മറന്നുപോയി എന്ന്. അപ്പൊ മുൻപ് അയാളെ കണ്ടിട്ടുണ്ട് അല്ലെ? അവിടെ എന്ത് പറയും? ഐ ഫൊർഗോട്ട് മീറ്റിംഗ് ഹിം ബിഫോർ. നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അവിടെ മീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഐ ഫൊർഗോട്ട് മീറ്റിംഗ് ഹിം ബിഫോർ. പക്ഷെ അടുത്തത് നോക്കൂ, ഞാൻ അയാളെ 5 മണിക്ക് കാണാൻ, അതായത് പോയി കാണാൻ, മീറ്റ് ചെയ്യാൻ മറന്നുപോയി എന്ന്. അവിടെ എന്ത് പറയും? ഐ ഫൊർഗോട്ട് ടു മീറ്റ് ഹിം അറ്റ് 5 PM. അതായത് വൈകിട്ട് 5 മണിക്ക് 5 PM. ഐ ഫൊർഗോട്ട് ടു മീറ്റ് ഹിം. അവിടെ ഫൊർഗോട്ട് ടു മീറ്റ്, അയാളെ പോയി കാണാൻ, മീറ്റ് ചെയ്യാൻ മറന്നു, ചെയ്തില്ല. അവിടെയാണ് നമ്മൾ ടു മീറ്റ് യൂസ് ചെയ്തത്. ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ബില്ല് അടച്ച കാര്യം ഞാൻ മറന്നു. അപ്പൊ നമ്മൾ ശരിക്കും ബില്ല് അടച്ചിരുന്നു, ബില്ല് പേ ചെയ്തിരുന്നു, അത് നമ്മൾ മറന്നുപോയി. എന്ത് പറയും? ഐ ഫൊർഗോട്ട് പേയിങ് ദ ബിൽ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്, അത് മറന്നു. ഐ ഫൊർഗോട്ട് പേയിങ് ദ ബിൽ. അടുത്തത് നോക്കൂ, ബില്ല് അടയ്ക്കാൻ ഞാൻ മറന്നു. അവിടെ ഐ ഫൊർഗോട്ട് ടു പേ ദ ബിൽ. അപ്പൊ വ്യത്യാസം ക്ലിയർ ആയോ? അപ്പൊ മുമ്പ് നമ്മൾ ഐ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞ് പലതും പറഞ്ഞില്ലേ, അതുപോലെയാണ് ഇവിടെ നമ്മൾ ഫൊർഗോട്ട് എന്ന് പറഞ്ഞത്. മറന്നു എന്ന് പറഞ്ഞു, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ആ വരുന്ന വേർബിന്റെ കൂടെ ടു യൂസ് ചെയ്തും ING യൂസ് ചെയ്തും നമ്മൾ പറഞ്ഞു. അപ്പൊ മറക്കുക എന്നുള്ളതിന് നമ്മൾ ഫൊർഗെറ്റ് എന്ന് പറയും. ഓർമ്മിക്കുക, ഓർക്കുക, അതിനെന്ത് പറയും? റിമെമ്പർ എന്നല്ലേ പറയുക. ഈ ഫൊർഗെറ്റിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഉപയോഗിച്ചില്ലേ, ടു ചേർത്തും ING ചേർത്തും വേർബ്സ് ഉപയോഗിച്ചില്ലേ, ഇതേപോലെ നമുക്ക് റിമെമ്പറിന്റെ കൂടെയും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. മലയാളത്തിൽ ഞാൻ പറയാണ്, ഞാൻ അവളെ വിളിച്ചത് ഓർക്കുന്നു. ഞാൻ അവളെ വിളിച്ചത് ഓർക്കുന്നു, ഓർമ്മിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ ഇത് ഞാൻ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്, പാസ്റ്റ് ടെൻസ് അല്ലല്ലോ, ഓർത്തു എന്നല്ല പറഞ്ഞതേ. അപ്പൊ അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും നമ്മളിങ്ങനെ ഐ റിമെമ്പേർഡ് എന്ന് തന്നെ പറയണം എന്നില്ല. ദാ ഇങ്ങനെ പറയാം, ഐ റിമെമ്പർ കോളിംഗ് ഹർ. അവളെ വിളിച്ചത് ഞാൻ ഓർത്തു. അപ്പൊ വിളിച്ചു എന്നുള്ളത്
നടന്ന കാര്യമാണ് അല്ലെ, അത് പാസ്റ്റ് ടെൻസും ആണ്. അവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ING യൂസ് ചെയ്ത് പറഞ്ഞു. ഐ റിമെമ്പർ കോളിംഗ് ഹെർ. ഐ റിമെമ്പർ കോൾഡ് ഹെർ എന്ന് പാസ്റ്റ് ടെൻസ് ആണല്ലോ എന്ന് ഓർത്ത് പറയരുത്. ഐ റിമെമ്പർ കോളിംഗ് ഹെർ. ഇനി ഞാൻ അവളെ വിളിക്കാൻ ഓർത്തു. അവിടെ നമ്മൾ ഓർത്തു എന്ന് തന്നെ പറഞ്ഞേ. ആ റിമെമ്പർ എന്നുള്ളത് തന്നെ പാസ്റ്റ് ടെൻസിൽ പറയണം. എന്ത് പറയും? ഐ റിമെമ്പേർഡ് ടു കോൾ ഹെർ. അവളെ വിളിക്കാൻ. അപ്പൊ അവിടെ ടു കോൾ എന്ന് പറയണം. ഐ റിമെമ്പേർഡ് ടു കോൾ ഹെർ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ, വാതില് ലോക്ക് ചെയ്തത് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ ലോക്ക് ചെയ്തു, അത് ഞാൻ ഓർമ്മിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓർമ്മിക്കുന്നു, പാസ്റ്റ് ടെൻസ് അല്ല. അപ്പൊ എന്ത് പറയും? ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. വാതില് ലോക്ക് ചെയ്തല്ലോ, അപ്പൊ ലോക്കിംഗ് പാസ്റ്റ് ടെൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ING യൂസ് ചെയ്താൽ മതി. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഡോർ. അടുത്തത്, വാതില് ലോക്ക് ചെയ്യാൻ ഞാൻ ഓർമ്മിച്ചു, ഞാൻ ഓർത്തു. അവിടെ ഐ റിമെമ്പേർഡ് ടു ലോക്ക് ദ ഡോർ. ഐ റിമെമ്പേർഡ് ടു ലോക്ക് ദ ഡോർ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന്, ചെയ്യാനായി ഞാൻ ഓർത്തു എന്നല്ലേ പറയുന്നേ. അവിടെയാണ് നമ്മൾ 2+ വേർബ് ഫോം യൂസ് ചെയ്തത്. ഈ റിമെമ്പർ വെച്ച് വരുന്ന ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം, അത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കണേ. സെന്റൻസ് ഇതാണ്: ഇമെയിൽ അയച്ച കാര്യം ഞാൻ ഓർത്തു. ഇമെയിൽ അയച്ചത് ഞാൻ ഓർമ്മിച്ചു, പാസ്റ്റ് ടെൻസ് ആണ്. ഓർത്തു എന്ത് പറയും? ഐ റിമെമ്പേർഡ് സെൻഡിങ് ദ ഇമെയിൽ. ഇമെയിൽ അയച്ചു കഴിഞ്ഞല്ലോ, അയച്ച കാര്യത്തെ കുറിച്ചല്ലേ ഓർത്തത്. ING യൂസ് ചെയ്താൽ മതി. ഐ റിമെമ്പേർഡ് സെൻഡിങ് ദ ഇമെയിൽ. അടുത്തത്, ഇമെയിൽ അയക്കാൻ ഞാൻ ഓർത്തു. അപ്പൊ അയച്ചിട്ടില്ല, അയക്കുന്ന കാര്യം. അയക്കാൻ ഞാൻ ഓർത്തു. എന്ത് പറയും? ഐ റിമെമ്പേർഡ് ടു സെൻഡ് ദ ഇമെയിൽ. ഐ റിമെമ്പേർഡ് ടു സെൻഡ് ദ ഇമെയിൽ. ഇങ്ങനെ പല വേർബ്സിന്റെ കൂടെയും നമുക്ക് ING ഫോം ചേർത്തും അതുപോലെ ടു ചേർത്തും യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ സ്റ്റോപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെ കണ്ടില്ലേ, അതുപോലെ ഫൊർഗെറ്റ്, റിമെമ്പർ, ഇവിടെ എല്ലാം നമ്മളിങ്ങനെ 2+ വേർബ് ഫോമും വേർബ് INGയും കണ്ടു അല്ലെ. ഇതേപോലെ വേറെ പല വേർബ്സിനും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു പാറ്റേൺ ആണ്. അതിനു മുൻപ് എനിക്ക് ബേസിക് ആയിട്ടൊരു കാര്യം നിങ്ങളോട് പറയണം. ഇപ്പൊ എനിക്ക് മലയാളത്തിൽ പറയേണ്ടത് മേശപ്പുറത്ത് ഒരു പേനയുണ്ട് എന്നാണ്. മേശപ്പുറത്ത് ഒരു പേനയുണ്ട്. അവിടെ നമ്മൾ പെൻ ഇസ് ഓൺ ദ ടേബിൾ എന്ന് പറയില്ല. പിന്നെ എന്ത് പറയണം? ഒരു കാര്യം അവിടെ ഉണ്ട്, അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ there എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അപ്പൊ അവിടെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈ thereനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അവിടെ എന്ത് പറയും? there is a pen on the table. അപ്പൊ പെൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് പറയാൻ, ആ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ അവിടെ വെറുതെ thereനെ അവിടെ കൊണ്ടുവന്ന് മുൻപിൽ വെക്കുകയാണ് സെന്റൻസിന്റെ ആദ്യം. അതാണ് പറഞ്ഞത്. there is a pen on the table. അപ്പൊ ഈ there is എന്നുള്ളതാണ് ഞാനിവിടെ there's എന്ന് പറഞ്ഞത്. ഷോർട്ടൻ ചെയ്ത് ആ ഒരു കൺട്രാക്ഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. there is a pen on the table. ഇനി ഇതുപോലെ വേറെ ഒരെണ്ണം, വാതിൽക്കൽ ആരോ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വാതിലിന് പുറത്ത് ആരോ ഉണ്ടെന്ന്. അയാൾ ഇവിടെ നിൽക്കുന്നത് എന്തിനായിരിക്കും? വാതിൽ ഇപ്പൊ തുറക്കുന്നോർത്ത് ബെല്ലടിച്ച് കാത്തു നിൽക്കുകയായിരിക്കും. ആരെങ്കിലും ഇപ്പൊ വന്ന് തുറക്കും എന്നാണ് അയാൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാതിൽക്കൽ ആരോ ഉണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയും? there is somebody at the door, അല്ലെങ്കിൽ there is someone at the door. somebody അല്ലെങ്കിൽ someone രണ്ടും ഒരേപോലെ തന്നെയാണ്. അപ്പൊ there is somebody at the door. ഇനി ഇത്, മേശപ്പുറത്ത് കുറച്ച് പുസ്തകങ്ങളുണ്ട്. മേശപ്പുറത്ത് കുറച്ച് പുസ്തകങ്ങൾ, ഏതാനും പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഒരു ബുക്ക് അല്ല. അവിടെ എന്ത് പറയും? there are some books on the table. ഇവിടെയും there എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങി, പക്ഷെ ബുക്സ് ആണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് there are എന്ന് പറഞ്ഞത്. ഒരു പുസ്തകമാണെങ്കിൽ ഞാൻ പറയും there is a book on the table എന്ന്. മനസ്സിലായോ? അപ്പോ അതിനനുസരിച്ച് എന്താണ് ഇവിടെ പുസ്തകങ്ങളാണല്ലോ, അതുകൊണ്ട് അതിനനുസരിച്ച് ആർ കൊണ്ടുവന്നു. ഒരു ബുക്ക് ആണെങ്കിൽ നമ്മൾ is അല്ലേ പറയുക, ഇവിടെ ആർ വന്നു. there are some books on the table. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് ടെൻസിലും പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറയാണ്, ഇന്നലെ രാത്രി ഒരു വലിയ ശബ്ദമുണ്ടായി അല്ലെങ്കിൽ വലിയ ശബ്ദമുണ്ടായിരുന്നു. അവിടെ എന്ത് പറയും? there was a loud noise last night. there was a loud noise last night. there was. അപ്പൊ ഇവിടെ ശബ്ദം എന്നുള്ളതിന് നമ്മളിവിടെ സിംഗുലർ ആയിട്ട് കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് there was a loud noise last night. ഇതേപോലെ ഇത് ഫ്യൂച്ചർ ടെൻസിലും പറയാം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. there will be a meeting tomorrow. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്നല്ലേ. അപ്പൊ there will be.
There will be a meeting tomorrow. ഇത് നോക്കൂ, ഇവിടെ അടുത്തൊരു ബാങ്ക് ഉണ്ട്. എങ്ങനെയാ പറയാ? There's a bank nearby. ഇവിടെ അടുത്തായിട്ട് ഒരു ബാങ്ക് ഉണ്ട്. There is, അതാണ് കേട്ടോ ഞാൻ there's എന്ന് പറഞ്ഞത്. There's a bank nearby. There's a bank nearby. Nearby എന്നുള്ളത് ഒറ്റ വാക്കായിട്ട് എഴുതണേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഈ there എന്ന് പറഞ്ഞ് സെന്റൻസ് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക എന്ന് ഇനി നോക്കണം. ഇവിടെ അടുത്തെങ്ങും ബാങ്ക് ഇല്ല എന്ന് എങ്ങനെ പറയും? വേണമെങ്കിൽ there's no bank nearby എന്ന് പറയാം. അപ്പൊ എങ്ങനെ നെഗറ്റീവ് ആക്കിയെന്ന് കണ്ടോ? ഈസി ആയിട്ട് ഞാൻ അവിടെ നോ അങ്ങ് ചേർത്തു. There is no bank nearby. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, there isn't any bank nearby. There isn't any bank nearby. ഇവിടെ അടുത്തെങ്ങും ഒരു ബാങ്ക് ഇല്ല എന്ന് പറയാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ബാങ്ക് എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. ഇവിടെ അടുത്തെങ്ങും ഒരു ബാങ്ക് ഇല്ല എന്നാണ് പറഞ്ഞത് എങ്കിലും കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് തോന്നുക there aren't any banks nearby എന്ന് പറയുന്നതാണ്. അതായത് നമ്മളെ മലയാളത്തിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ there isn't any bank nearby എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ ഒരു ബാങ്കിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അത് പ്ലൂറൽ ഫോമിലാണ് പറയുക. there aren't any banks nearby എന്നാണ് നാച്ചുറൽ ആയിട്ട് സൗണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. നമ്മൾ നേരത്തെ കണ്ടൊരു സെന്റൻസ്, മേശപ്പുറത്ത് കുറച്ച് പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ പറയാ? There are some books on the table എന്ന് പറയും അല്ലേ? There are some books on the table. ഇതെങ്ങനെയാ നമ്മൾ നെഗറ്റീവ് ആക്കി പറയുക? There aren't any books on the table എന്ന് പറയാം. മേശപ്പുറത്ത് പുസ്തകങ്ങളൊന്നുമില്ല. There aren't any books on the table. അല്ലെങ്കിൽ ആ നോ ചേർത്ത് പറയാം. There are no books on the table എന്ന് പറയാം. There are no books on the table. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ അവസാനം ഞാൻ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, അതാണ് നമുക്കിനി വേണ്ടത് ഒരു പുതിയ പാറ്റേൺ പഠിക്കാൻ. ആ നോ ചേർത്ത് പറയുന്ന തരം കാര്യങ്ങൾ നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറില്ലേ? വിഷമിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലേ? അതെങ്ങനെ പറയും? There's no need to worry. കണ്ടോ ഞാനത് പറഞ്ഞെന്ന്? There's no need to worry. വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ നമ്മൾ ടു വറി എന്ന് പറയുക. ആ ടു ചേർത്താണ് ആ വറി എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്തത്. ദിസ് നോ നീഡ് ടു വറി. നമ്മൾ ഇങ്ങനെയും പറയാറില്ലേ? പാനിക് ആവേണ്ട കാരണം ഒന്നുമില്ല, പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയില്ലേ? ഈ പാനിക് ആവുക എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ പരിഭ്രമിക്കുക അല്ലെങ്കിൽ പരിഭ്രാന്തരാകുക എന്നൊക്കെ പറയാം. അപ്പൊ അത് ഞാനിവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മൾ സാധാരണ നോർമൽ ലൈഫിൽ ഇങ്ങനെ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല എന്നൊന്നും പറയില്ല, പാനിക് ആവേണ്ടെന്നേ പറയുള്ളായിരിക്കും. എങ്കിലും ഞാൻ മലയാളത്തിൽ പറയാണ്, പരിഭ്രാന്തരാകാൻ ഒരു കാരണവുമില്ല, അതിന്റെ ഒരു റീസൺ അവിടെ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. എന്ത് പറയും? There's no reason to panic. There's no reason to panic. കണ്ടോ ആ പാറ്റേൺ മനസ്സിലായോ? There's no need to panic അല്ലെങ്കിൽ there's no reason to panic. അടുത്ത നോക്കൂ, തർക്കിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. തർക്കിക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ തർക്കിക്കുക എന്നുള്ളതിന് നമുക്ക് ആർഗ്യൂ എന്ന് പറയാം. അപ്പൊ അതില് ഒരു അർത്ഥവുമില്ല, അതിലൊരു കാര്യവുമില്ല എന്നുള്ള അർത്ഥം കിട്ടാൻ there's no point എന്ന് പറഞ്ഞു തുടങ്ങാം. There's no point in arguing. There's no point in arguing. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ ഇൻ ഒഴിവാക്കി കാണാറുണ്ട്, പക്ഷെ കുറച്ചുകൂടെ ശരിയായിട്ടുള്ളത് ഇൻ ചേർക്കുന്നതാണ്. There's no point in arguing. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. There's no point in waiting any longer. ഇനിയും കാത്തിരിക്കുക, കുറച്ചുകൂടെ കാത്തിരിക്കുക, അതാണ് any longer എന്ന് പറഞ്ഞത്. There's no point in waiting any longer. ചിലപ്പോൾ നമ്മൾ ആളുകളോട് എന്തിനെങ്കിലും കുറിച്ച് സംസാരിച്ചിട്ട് ആ സംസാരം എങ്ങും എത്താതെ ആവുമ്പോൾ നമ്മൾ പറയില്ലേ, ഇതേക്കുറിച്ച് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, അതിൽ അർത്ഥമില്ല എന്ന് പറയില്ലേ? അപ്പൊ അവിടെ എന്ത് പറയും? There's no point in talking about this anymore. കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. There's no point in talking about this anymore. ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നതാണ്. പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. There's no point in complaining. There's no point in complaining. No point in complaining. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ആ വേർബിന്റെ കൂടെ ing ഫോം ചേർത്തു. There's no point in complaining. There's no point in talking. There's no point in waiting. കണ്ടോ? പക്ഷെ ആദ്യം കണ്ട എന്തായിരുന്നു? There's no need to worry. There's no need to be upset. There's no need to wait.
അപ്പോൾ ദിസ് നോ നീഡ് അത് വരുമ്പോ നമ്മൾ വേർബിന്റെ കൂടെ ടു ചേർത്ത് ഉപയോഗിക്കും. ഇതുപോലെ ദിസ് നോ പോയിന്റ് എന്ന് പറയുമ്പോൾ ദിസ് നോ പോയിന്റ് ഇൻ വേർബിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യും. മനസ്സിലായോ ആ രണ്ട് പാറ്റേൺസും തമ്മിലുള്ള വ്യത്യാസം? ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ട് പ്രയോജനമില്ല നമ്മൾ പറയില്ലേ, അവിടെ നമുക്ക് ദിസ് നോ യൂസ് എന്ന് പറയാം. ദിസ് നോ യൂസ് കംപ്ലൈനിങ്. അവിടെ ദിസ് നോ യൂസ് ഇൻ പറയണ്ട കേട്ടോ, ദിസ് നോ യൂസ് കംപ്ലൈനിങ്. അപ്പൊ തൊട്ട് മുകളിൽ എന്താ എഴുതിയത്? ദിസ് നോ പോയിന്റ് ഇൻ കംപ്ലൈനിങ്. ഇവിടെ ദിസ് നോ യൂസ് കംപ്ലൈനിങ്. ഇത് കണ്ടോ, അവർക്ക് വേണ്ടി കാത്തു നിന്നിട്ട് പ്രയോജനമില്ല അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ദിസ് നോ യൂസ് വെയിറ്റിംഗ് ഫോർ ദം. ദിസ് നോ യൂസ് വെയിറ്റിംഗ് ഫോർ ദം. അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർ ദം പറഞ്ഞത്. ദിസ് നോ യൂസ് വെയിറ്റിംഗ് ഫോർ ദം. അയാളോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ദിസ് നോ യൂസ് ടോക്കിംഗ് ടു ഹിം. ഇവിടെ അയാളോട് സംസാരിക്കുന്നതുകൊണ്ട് ടോക്കിംഗ് ടു ഹിം. ദിസ് നോ യൂസ് ടോക്കിംഗ് ടു ഹിം. അപ്പൊ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഒരുപാട് പാറ്റേൺസ് പഠിച്ചില്ലേ? അതിനെ ബേസ് ചെയ്ത് ഞാൻ 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യൂ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അവള് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. മുൻപ് നമ്മളിങ്ങനെ കുറെ സെന്റൻസസ് കണ്ടില്ലേ, അവള് കരഞ്ഞുകൊണ്ടിരുന്നു, ചിരിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ കണ്ടില്ലേ? അതേപോലെ തന്നെയാണ് ഇത്. പക്ഷെ ഒരു വാക്കുകൂടെ ഞാനിവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. വീട്ടിൽ വന്നു എന്നൂടെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സസിൽ ഇങ്ങനത്തെ ഒരുപാട് സെന്റൻസസ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിവിഷൻ ആയിട്ട് എടുത്താൽ മതി. ഇതെങ്ങനെയാണ് ആ ഹോം എന്നുള്ളത് എവിടെ വെക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഒരു ബ്രേക്ക് എടുക്കുന്നതിനായി അവൾ പഠിക്കുന്നത് നിർത്തി. ഒരു ബ്രേക്ക് എടുക്കുന്നതിനായി അവൾ പഠിക്കുന്നത് നിർത്തി. ഞാനിവിടെ ഈ ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയി. ഇപ്പൊ ആലോചിച്ച് നോക്കൂ അതെങ്ങനെ പറയുന്നു. മൂന്നാമത്തത്, കഴിഞ്ഞതിനെ കുറിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞതിനെ കുറിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. വിഷമിക്കുക എന്നുള്ളതിന് ടു വറി എന്ന് പറയാം. അതുപോലെ കഴിഞ്ഞതിനെ കുറിച്ച്, അതിന് നമ്മൾ പാസ്റ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ കാര്യങ്ങൾ പാസ്റ്റ്. നാലാമത്തത്, ജനൽ അടച്ചത് ഞാൻ മറന്നു. അപ്പോ ഞാൻ മറന്നു എന്ത്? ജനൽ അടച്ചത്. അടുത്തത് നോക്കൂ, ജനൽ അടയ്ക്കാൻ ഞാൻ മറന്നു. അവിടെ ഞാൻ മറന്നു, പക്ഷെ ജനൽ അടയ്ക്കാൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർമ്മയുണ്ടല്ലോ. ഇത് നന്നായിട്ട് ആലോചിച്ച് അറ്റംപ്റ്റ് ചെയ്യൂ. ശരിയാക്കാൻ പരമാവധി ശ്രമിക്കണം. ഓക്കെ, കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് എഴുതിയാൽ മതി. അപ്പൊ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരുപാട് പാറ്റേൺസ് ഉള്ള അടുത്ത ലെസണുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.